ബന്ദിപ്പൂർ കാട്ടിലൂടെയാണ് യാത്ര. നട്ടപ്പാതിര നേരം വിജനമായ ഉൾവനം, കൊടുംകാട്. ശ്രദ്ധിച്ച് നോക്കി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ടോർച്ചെടുത്തൊക്കെ ഉണ്ടാവും ആനയും കാട്ടുപോത്തൊക്കെ. വേറൊരു വണ്ടിയില്ല, നമ്മൾ മാത്രമേ തന്നെ ഉള്ളൂ. ഈ വിജനമായ കാട്ടില് രാത്രി നമുക്ക് പോവാം. അപ്പൊ നമ്മൾക്ക് ഭാഗ്യമുണ്ട്, ഒരു കാട്ടുപോത്തിനെയും കണ്ടിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, കൊടുങ്കാടില് രാത്രി സമയത്ത് മേയാനിറങ്ങിയ കാട്ടുപോത്ത്. ഇങ്ങോട്ട് തിരിയണം നോക്കണം കേട്ടോ. അത് പതുക്കെ പോവാ, ഒന്നുള്ളൂ. ഇങ്ങോട്ട് തിരിഞ്ഞാൽ കഴിഞ്ഞ് ഒരു തോണ്ടിയാ പോരെ. പുലി ഉണ്ടാവും, നമുക്ക് കാണായിട്ടാണ്. കരടീനെ കണ്ടില്ലേ? മാഷാ അല്ലാഹ്, പുലിനെയും കണ്ടിട്ട് അവിടെ. ഏതായാലും ഈ യാത്രയിൽ പുലിനെയും കണ്ട് ശരിക്കും, പക്ഷെ വീഡിയോയിൽ കിട്ടിയില്ല. നല്ല സ്പീഡിലാണ് പാസ് ചെയ്തത്. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെ കാട് അവസാനിക്കുകയാണ്. നമ്മളിപ്പോൾ തമിഴ്നാട് ബോർഡർ കിടക്കട്ടെ. കർണാടക കഴിഞ്ഞ് തമിഴ്നാടാണിത്. കൊടും കാട്ടിലൂടെ മൃഗങ്ങളൊക്കെ കണ്ട് യാത്ര ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമമില്ലാതെ നമുക്ക് ഇവിടെ എത്താൻ പറ്റി. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മളെ യാത്രയൊക്കെ ഏകദേശം കാടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഗൂഡല്ലൂരും കഴിഞ്ഞ് നാടുകണി എത്താനാവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് രാത്രി ഭക്ഷണം നമ്മൾ സ്റ്റവ് കൊടുന്നു. അതുപോലെ ബ്രെഡ്, കോഴിമുട്ടയൊക്കെ മേടിച്ച് ഇന്ന് നല്ല പ്രോട്ടീനുള്ള ഭക്ഷണമാണ് രാത്രി. ഇന്നത്തെ ഡിന്നർ ബ്രെഡ് ഓംപ്ലേറ്റ്. കുക്ക് നമ്മളെ മെയിൻ ഷെഫ് ആഷിഖാണ്. ഹെൽപ്പർമാരല്ലേ. വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. സ്റ്റവ് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കണേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ സ്വന്തം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കണം. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. അവനാന് ഉണ്ടാക്കിയത് അവനാൻ തന്നെ കഴിക്കാന്ന് പറയുന്നത് സംഭവം. സ്റ്റവ് ഓഫ് ചെയ്തില്ലേ? കടയിലും കൂടി ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ലാസ്റ്റ് എൻ്റെ ഒരു ട്രിപ്പ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പാണ്. ബ്രെഡ് ഓംപ്ലേറ്റ്, കട്ടൻ ചായ, എല്ലാം ഒരു കുടക്കീഴ്. ഇത് തിന്നു കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര തുടരും. ഇൻഷാ അല്ലാഹ്. ആനയുണ്ട്, ആനക്കുട്ടിയുണ്ട്. നാടുകണി ചുരത്തുമേണ് കേട്ടോ. കുട്ടി പറഞ്ഞാൽ കുറച്ച് വലുതായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. നാടുകണി ചോര ഏകദേശം വഴിക്കടവ് എത്താനായി. നല്ല തീറ്റയിലാണല്ലേ.